ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് എഫ് എമ്മിലെ 5ാമത്തെ ചാപ്റ്ററാണ് ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 4 and 6 ചെയ്തു. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ എങ്ങനെയായിരിക്കണമെന്ന് പറയുന്ന ചാപ്റ്ററാണ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡിസിഷൻസ് എന്ന് പറയുന്നത്. അതിൽ ബേസിക്കലി 3-4 മെത്തേഡുകളുണ്ട്. ആദ്യത്തെ നെറ്റ് ഇൻകം അപ്രോച്ച്, പിന്നെ ട്രഡീഷണൽ അപ്രോച്ച്, പിന്നെ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച്, പിന്നെ മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ചിൽ വിത്ത് ടാക്സും വിത്തൗട്ട് ടാക്സും, അല്ല വിത്തൗട്ട് ടാക്സും വിത്ത് ടാക്സും, അങ്ങനെ ഉള്ള മെത്തേഡുകളാണുള്ളത്. പിന്നെ 1-2 കുഞ്ഞു കൺസെപ്റ്റുകളും കൂടി വരുന്നുണ്ട്, പക്ഷേ അത് ഇമ്പോർട്ടൻ്റ് അല്ല. പ്രാക്ടിക്കലി പ്രോബ്ലം ഏരിയ ഒക്കെ വരുന്നത് ഇതിലാണ്. പിന്നെ ഓവർ ക്യാപിറ്റലൈസേഷൻ, അണ്ടർ ക്യാപിറ്റലൈസേഷൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത് ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറികളിലാണ്. നമ്മൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിലാണെങ്കിലും ഫിനാൻഷ്യൽ ലിവറേജുകളിലാണെങ്കിലൊക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താണത്? കോസ്റ്റ് ഓഫ് ഡെറ്റ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റിനേക്കാളും കുറവായിരിക്കും. ആ ഒരു ലോജിക്കൊക്കെയാണ് നമ്മൾ ഈ പാഠത്തിൽ കൂടുതലും യൂസ് ചെയ്യുന്നത്. നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ ഡി റീസെൻ്റ്ലി കെയിം ബാക്ക് ഫ്രം ദ കോൺഫറൻസ് ടൈറ്റിൽ ക്യാപിറ്റൽ സ്ട്രക്ചർ തിയറി ആൻഡ് വാസ് എക്സ്ട്രീംലി എക്സൈറ്റഡ് അബൌട്ട് വാട്ട് ഹി ലേൺഡ് കൺസേണിംഗ് മോഡിഗ്ലിയാനി ആൻഡ് Miller's capital structure propositions. He has been trying to choose between 3 potential capital structures for his firm, D Corporation, and believes that Modigliani and Miller's work may guide him in the right direction. The capital structure M is considering are 100% equity, 50% equity and 50% debt, and 100% debt. ഹലോ, ഇതിൻ്റെ ഇടയിൽ പെട്ടെന്ന് സൗണ്ടിൽ ചെറിയൊരു ഇഷ്യൂ വന്നു. നമ്മളെവിടെ നിർത്തിയത്? എം കൺസിഡറിങ് 100% equity, 50% equity and 50% debt, 100% debt. If he uses M&M propositions and includes all their assumptions, including the assumptions of no taxes. ഞാൻ പറഞ്ഞു നോ ടാക്സസും ഉണ്ട്, വിത്ത് ടാക്സസും ഉണ്ട്. നോ ടാക്സസിൻ്റെ അസംഷൻ എന്താ? അതിൽ പറയുന്ന റിസൾട്ട് എന്താ? ബേസിക്കലി ഏത് ക്യാപിറ്റൽ സ്ട്രക്ചർ എടുത്താലും അതിൽ കോസ്റ്റ് ഓഫ് ഡെറ്റ് ആണെങ്കിലും കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ആണെങ്കിലും അത് ഏത് പ്രൊപ്പോസിഷനിൽ മാറിയാൽ പോലും നമ്മൾക്ക് നമ്മുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിൻ്റെ ടോട്ടലിൽ മാറ്റം വരുന്നില്ല എന്നാണ് മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ച് പറയുന്നത്. കാരണം നമ്മൾ ഡെറ്റ് കോസ്റ്റ് കുറവാണെന്നുള്ള പോലെ ഡെറ്റ് പരമാവധി കൂട്ടിയാലും നമ്മൾ ഡെറ്റ് കൂടുതൽ കൊടുക്കുമ്പോൾ റിസ്ക് കൂടുതൽ എടുക്കുന്നുണ്ടല്ലോ. കാരണം നമ്മൾ അത്രയും ഇൻട്രസ്റ്റ് കൂടുതൽ അടയ്ക്കേണ്ട സിറ്റുവേഷൻ വരുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സ് കൂടുതൽ ഇൻകം എക്സ്പെക്റ്റ് ചെയ്യും, ഡിവിഡൻറ്റൊക്കെ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ആ കൺസെപ്റ്റ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് അങ്ങനെ കിട്ടുന്ന ബെനിഫിറ്റ് ഓഫ്സെറ്റായി പോകുമെന്നാണ് പറയുന്നത്. അതാണ് വിത്തൗട്ട് ടാക്സിൽ പറയുന്നത്. പക്ഷേ വിത്ത് ടാക്സ് കൺസെപ്റ്റിൽ പറയുകയാണെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഡെറ്റ് പോർഷന് ഒരു ടാക്സ് ബെനിഫിറ്റ് എന്നുള്ളൊരു എലമെൻറ്റ് കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് കോസ്റ്റ് അതിൽ കുറവായിരിക്കുന്നതാണ് ടാക്സ് സ്ട്രക്ചർ കൂടിയുള്ള മോഡിഗ്ലിയാനി മില്ലർ അപ്രോച്ചിൽ പറയണം. അപ്പോൾ ഇതിൽ വിത്തൗട്ട് ടാക്സസ് ആണെങ്കിൽ ഏത് അസംഷനാണ് എടുക്കുക? 3 അസംഷൻ എടുക്കാം. കാരണം വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ ഏതെടുത്താലും ഒരുപോലെയാണ്. വിച്ച് ക്യാപിറ്റൽ സ്ട്രക്ചർ വുഡ് ഹി ചൂസസ് ഇൻ കേസ് ഓഫ് ടാക്സ് റെജീം? ടാക്സ് റെജീം ഉള്ള കൺസെപ്റ്റ് ആണെങ്കിലോ? ടാക്സ് റെജീം ഉള്ള കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് എത്രത്തോളം ഡെറ്റ് കൂടുന്നോ അത്രത്തോളം നമ്മുടെ കോസ്റ്റ് കുറയും. അപ്പോൾ അത്രത്തോളം നമ്മുടെ പ്രോഫിറ്റ് EPS കൂടും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെറ്റർ ഏതാ? 100% ഡെറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ അല്ലേ? അപ്പോൾ വിത്തൗട്ട് ടാക്സ് ആണെങ്കിൽ 3 കേസ് എടുക്കും, വിത്ത് ടാക്സ് ആണെങ്കിൽ കേസ് 3 മാത്രം എടുക്കും. അപ്പോൾ എനി കേസ് ആൻഡ് കേസ് 3. ഇനി ക്വസ്റ്റ്യൻ 2. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇറലവൻറ്റ് ഫോർ ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ? ഏതൊക്കെയാണ് ക്യാപിറ്റൽ സ്ട്രക്ചറിന് റെലവൻ്റ് ആയിട്ടുള്ളത്? ഫ്ലെക്സിബിലിറ്റി, ലിക്വിഡിറ്റി, കൺട്രോൾ. ഈ 3 കാര്യങ്ങളും ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന് നിർബന്ധമായിട്ട് വേണ്ട കാര്യങ്ങളാണ്. ഫ്ലെക്സിബിലിറ്റി, അതായത് നമുക്ക് ഇക്വിറ്റിയിൽ നിന്ന് ഡെറ്റിലേക്ക് മാറ്റാനോ ഡെറ്റിൽ നിന്ന് ഇക്വിറ്റിയിലേക്ക് ഫ്രീ ആയിട്ട് മാറ്റാനുള്ള ഫ്ലെക്സിബിലിറ്റി. ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ എത്രയും വേഗം നമുക്ക് ഈ ഫണ്ടുകൾ ലിക്വിഡേറ്റ് ചെയ്യാനോ മാറ്റാനോ അങ്ങോട്ടും ഇങ്ങോട്ടും രൂപ മാറ്റാനോ പറ്റുന്ന, അതിൻ്റെ പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റുന്ന സിറ്റുവേഷനാണ് ലിക്വിഡിറ്റി. കൺട്രോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടും കുറയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കൺട്രോളിലുള്ള മാറ്റം. ഈ 3 കാര്യങ്ങളാണ് റെലവൻ്റ് ആയിട്ടുള്ളത് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചറിന്. സോൾവൻസി എന്ന് പറഞ്ഞൊരു കാര്യമില്ല. അപ്പോൾ ഇറലവൻ്റ് സോൾവൻസിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ ടേം ക്യാപിറ്റൽ സ്ട്രക്ചർ മീൻസ് എന്താ? ഡെറ്റ് ഇക്വിറ്റിയും കൂടി ചേർന്നിട്ടുള്ള ഒരു കാര്യമില്ലേ? ലോങ് ടേം ഡെറ്റ്, പ്രിഫേർഡ് സ്റ്റോക്ക് ആൻഡ് ഇക്വിറ്റി ഷെയർസ്. അത് 3 കറക്റ്റാണ്. കറണ്ട് അസറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി അല്ല, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ല, ഷെയർ ഹോൾഡേഴ്സ് ഇക്വിറ്റി അല്ല. അപ്പോൾ അതിൽ ഡെറ്റ് ഇല്ല, അതുകൊണ്ടാണ് ഓപ്ഷൻ ഡി ആകാത്തത്. Question 4. Consider the below mentioned statements. A company is considered to be overcapitalized when its actual capitalization is lower than the proper capitalization as warranted by the earning capacity. അത് തെറ്റാണ്. ആക്ച്വൽ ക്യാപിറ്റലൈസേഷൻ എന്താ? ഹയർ ആണ്. A company is considered to be overcapitalized when
ഇറ്റ്സ് ആക്ച്വൽ ക്യാപിറ്റലൈസേഷൻ എന്താണെന്ന് പറയണത് ലോവർ ദാൻ പ്രോപ്പർ ക്യാപിറ്റലൈസേഷൻ ഇസ് വാറണ്ടഡ് ബൈ ഏണിംഗ് കപ്പാസിറ്റി. ബോത്ത് ഓവർ ക്യാപിറ്റലൈസേഷൻ ആൻഡ് അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആർ ഡെട്രിമെൻ്റൽ ടു ദി ഇൻട്രസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. അത് കറക്റ്റാണ്. അപ്പോൾ എന്താണ് ആദ്യത്തെ ഫോൾസും രണ്ടാമത്തെ ട്രൂവും. ഓവർ ക്യാപിറ്റലൈസേഷൻ ആണെങ്കിലും അണ്ടർ ക്യാപിറ്റലൈസേഷൻ ആണെങ്കിലും ബിസിനസ്സിനെ സംബന്ധിച്ച് ദ്രോഹം തന്നെയാണ്. നമ്പർ ഓഫ് ഇൻഡിഫറൻസ് പോയിൻറ്റ്സ് ബിറ്റ്വീൻ 5 ഫിനാൻഷ്യൽ പ്ലാൻസ് ആർ. എന്താണ് അതിൻ്റെ ഫോർമുല? 5 പ്ലാനുകൾ തമ്മിലുള്ളത് ഏതെങ്കിലും 5 ലൈനുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടാവാവുന്ന മാക്സിമം പോയിൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല എന്താ? n×n-1 ടൈംസ് n-1 ഡിവൈഡഡ് ബൈ 2 ആണ്. n എന്ന് പറയുന്നത് എത്രയാണ്? 5 ആണ്. 5×5 - 1 ഡിവൈഡഡ് ബൈ 2. 5 - 1 എന്ന് പറഞ്ഞാൽ 4, 4 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞാൽ 2. 5×2 10. ഇനി ഇഫ് ദ ഡെറ്റ് കമ്പോണൻറ്റ് in the capital structure is predominant, fixed interest cost of the firm will be minimum, thereby decreasing its risk. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ് കുറയാണോ ചെയ്യുക? അല്ല, കൂടാണ് ചെയ്യുക. EPS will be very low. അതും തെറ്റാണ്. EPS കൂടാണ് ചെയ്യുക. ഡിവിഡൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ദ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആർ ഓൾസോ ആൻഡ് PE may decrease. അതാണോ ഉണ്ടാവണേ? ഡിവിഡൻഡ് എക്സ്പെക്ടേഷൻ ഓഫ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് PE may ഡിക്രീസോ ഇൻക്രീസ് അല്ലേ ചെയ്യുക? The fixed interest cost of the firm increases, thereby increasing its risk. ഫിക്സ്ഡ് ഇൻട്രസ്റ്റ് കോസ്റ്റ് എന്താണ് ചെയ്യുന്നുണ്ടാവണേ? കൂടാണ് ചെയ്യണത്. റിസ്ക് കൂടാണ് ചെയ്യണത്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി EBIT EPS ഇൻഡിഫറൻസ് അനാലിസിസ് ചാർട്ട് ഈസ് യൂസ്ഡ് ഫോർ. EBIT EPS ഇൻഡിഫറൻസ് ചാർട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? നമുക്ക് EPS 0 ആയി വരുന്ന പോയിൻ്റ്, അതായത് EBIT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനുള്ള മാക്സിമം എന്താ ഞാൻ പറഞ്ഞത്? EBIT EPS ഇൻഡിഫറൻസ് പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് EPS 0 ആവണം. അപ്പോൾ EPS 0 ആവണമെങ്കിൽ EBIT എന്താവണം? നമ്മൾ കൊടുക്കാനുള്ള ഫിക്സ്ഡ് ഇൻകം പേയ്മെൻറ്റുകൾ ഉണ്ടല്ലോ, ഇൻട്രസ്റ്റ് ആണെങ്കിലും ടാക്സേഷൻ ആണെങ്കിലും അത്ര ആയിട്ട് വരുന്ന ഫിഗറെ എന്താവാൻ പാടുള്ളൂ? EBIT ആവാൻ പാടുള്ളൂ. അതാണ് EBIT EPS ഇൻഡിഫറൻസ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യണത്? ഇവാലുവേറ്റിംഗ് ദ എഫക്ട്സ് ഓഫ് ബിസിനസ് റിസ്ക് ഓൺ EPS. ബിസിനസ് റിസ്ക് EPS കാണാനാണോ? അല്ല, എക്സാമിനിങ് EPS റിസൾട്ട് ഫോർ ഓൾട്ടർനേറ്റീവ് ഫിനാൻഷ്യൽ പ്ലാൻസ് അറ്റ് വാരിയിങ് EBIT ലെവൽസ്. അതാണ് കറക്റ്റ് ആൻസർ. ഡിറ്റർമൈനിങ് ദി ഇമ്പാക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ സെയിൽസ് ഓൺ EBIT ഷോയിങ് ദ ചേഞ്ചസ് ഓഫ് EPS ക്വാളിറ്റി ഓവർ ടൈം. ഇതൊന്നുമല്ല, ബി ആണ് ഉത്തരം. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ EBIT EPS നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഉത്തരം കിട്ടുന്നത് പോസിറ്റീവ് ഫിഗർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡെറ്റ് കൂട്ടാം എന്നുള്ളതാണ് അർത്ഥം. നെഗറ്റീവ് ഫിഗർ ആണെങ്കിൽ നമ്മൾ ഡെറ്റ് കുറയ്ക്കണം എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എക്സാമിനിങ് EPS റിസൾട്ട് ഫോർ ഓൾട്ടർനേറ്റീവ് ഫിനാൻഷ്യൽ പ്ലാൻസ് എന്നുള്ള ഓപ്ഷൻ കറക്റ്റായിട്ട് വരും. ഇനി ക്വസ്റ്റ്യൻ 8. ദ അസംഷൻസ് ഓഫ് മോഡിഗ്ലിയാനി മില്ലർ ഹൈപ്പോസിസ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡു നോട്ട് ഇൻക്ലൂഡ് ദ ഫോളോയിങ്. ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ ഇംപെർഫെക്റ്റ്. അങ്ങനെയല്ല, ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആർ പെർഫെക്റ്റ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു അപ്രോച്ച്. പിന്നെന്താ പറയണത്? ഇൻവെസ്റ്റേഴ്സ് ഹാവ് ഹോമോജീനിയസ് എക്സ്പെക്ടേഷൻ. അതെല്ലാ ഇൻവെസ്റ്റേഴ്സും ഒരേ കാര്യങ്ങളാണ് ആഗ്രഹിക്കുന്നത്. ഓൾ ഫേംസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു ഹോമോജീനിയസ് റിസ്ക് ക്ലാസ്സസ്. അതും കറക്റ്റാണ്. ഡിവിഡൻഡ് പേയ്മെൻറ്റ് പേ-ഔട്ട് റേഷ്യോ ഈസ് 10% ആൻഡ് ദർ ഈസ് നോ കോർപ്പറേറ്റ് ടാക്സ്. ഇതെല്ലാം അതിൻ്റെ അസംഷൻസ് തന്നെയാണ് മോഡിഗ്ലിയാനി മില്ലർ ഹൈപ്പോത്തസിസിൽ. ക്വസ്റ്റ്യൻ നമ്പർ 9. ടു ഹാവ് ഒപ്റ്റിമൽ ക്യാപിറ്റൽ സ്ട്രക്ചർ ദ ഫേം മസ്റ്റ് ഹാവ് ടു ഫുൾഫിൽ ദ ഫോളോയിങ് കണ്ടീഷൻ. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാളും എന്തായിരിക്കണം? കൂടുതലായിരിക്കണം. നമുക്ക് കൂടുതൽ റിട്ടേൺ കിട്ടണം. ദർ ഷുഡ് ബി മിനിമൽ ഫിനാൻഷ്യൽ റിസ്ക്. ഫിനാൻഷ്യൽ റിസ്ക് എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. അത് കറക്റ്റാണ്. കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒന്നാമത്തെ പോയിൻറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എഴുതിച്ചേക്കുന്നത്. തെറ്റാണ്. ക്വസ്റ്റ്യനിൽ തെറ്റ് ഏതാണെന്നാണോ ചോദ്യം? അല്ല, ശരി ഏതാണെന്നാണ് ചോദ്യം. എയും ബിയും ശരിയാണ്. അപ്പോൾ ഓൾ ഓഫ് ദി അബോവ് ആണ് വരേണ്ടത്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് അനുമാനിക്കാവുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഷുഡ് ബി ഗ്രേറ്റർ എന്നുള്ളതിന് പകരം ഇവിടെ ലെസ് ദാൻ കോസ്റ്റ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നായിരുന്നു വരേണ്ടത്. അത് മിസ്റ്റേക്കായി വന്നതാണ് ഓപ്ഷനിൽ. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റെപ്സ് മേ ബി അഡോപ്റ്റഡ് ടു അവോയ്ഡ് നെഗറ്റീവ് കോൺസിക്വൻസ് ഓഫ് ഓവർ ക്യാപിറ്റലൈസേഷൻ. ഓവർ ക്യാപിറ്റലൈസേഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുക? ദ ഷെയർസ് ഓഫ് കമ്പനി ഷുഡ് ബി സ്പ്ലിറ്റ് അപ്പ്. ദിസ് വിൽ റെഡ്യൂസ് ഡിവിഡൻഡ് പെർ ഷെയർ ത്രൂ EPS ഷാൽ റിമെയിൻ അൺചേഞ്ച്ഡ്. അതിൽ ക്യാപിറ്റലൈസേഷനിൽ മാറ്റുന്നുണ്ടാവില്ലേ സ്പ്ലിറ്റ് നടക്കുമ്പോൾ? ഓണർ ഷെയറിൽ ക്യാപിറ്റലൈസേഷന് മാറ്റുണ്ടാവുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് ഓവർ ക്യാപിറ്റലൈസേഷൻ്റെ കോൺസിക്വൻസ് പോകുന്നുണ്ടോ? ഇല്ല. റിവൈസിങ് അപ്വേർഡ് ദ പാർ വാല്യൂ ഓഫ് ഷെയർസ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഷെയർസ് ഹെൽഡ് ബൈ ദം. അവരുടെ ഷെയറിൻ്റെ വാല്യൂ കൂട്ടുന്നു. അപ്പോഴും അനാവശ്യമായി ഫണ്ട് നമ്മുടെ ക്യാപിറ്റൽ ഓവറായിട്ട് എടുക്കുകയാണ് നമ്മുടെ ഫാമിലി. അതുകൊണ്ടുള്ള പ്രശ്നം മാറുന്നുണ്ടോ? ഇല്ല. റിഡക്ഷൻ ഇൻ ക്ലെയിംസ് ഓഫ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആൻഡ് ക്രെഡിറ്റേഴ്സ്. അതുകൊണ്ട് ഗുണമുണ്ട്. കാരണം എന്താ? നമ്മുടെ ഫിക്സ്ഡ് ഇൻകം ആയിട്ടുള്ള കാര്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് അതിനനുസരിച്ച് കുറയുമെന്നുള്ളത് കൊണ്ട് നമുക്കതിൽ ബെനിഫിറ്റ് തന്നെയാണ്. അപ്പോൾ ഡി ആണ് ഉത്തരം.
In which one of the following approaches of the capital structure pleads that debt financing initially increases the value of firm, however excess debt financing beyond a particular point reduces the value of firm? അതായത് നെറ്റ് ഇൻകം അപ്രോച്ചിലാണ് ഞാൻ പറഞ്ഞു എന്താ നമ്മൾ എത്രത്തോളം ഡെറ്റ് കൂട്ടുന്നോ അത്രത്തോളം നമ്മുടെ ബിസിനസ്സിൻ്റെ EPS കൂടുന്നതാണ് പറയണത്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇനി ട്രഡീഷണൽ അപ്രോച്ചിൽ എന്താ പറയണത്, ആദ്യം നമ്മൾ കൂട്ടുന്ന ഡെറ്റ് അനുസരിച്ച് നമ്മുടെ എന്തുണ്ടാവും. നെറ്റ് ഇൻകം അപ്രോച്ച് പോലെ തന്നെ എന്ത് സംഭവിക്കും, നമ്മുടെ കോസ്റ്റ് കുറഞ്ഞു വരും. പക്ഷേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഡെറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു സർട്ടൻ പോയിൻ്റ് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എക്സ്പെക്റ്റേഷൻ കൂടും. അവർ കുറച്ചും കൂടി കാശ് കിട്ടിയാലാണ് നമ്മൾ ഈ എടുക്കുന്ന റിസ്കിന് ഗുണമുള്ളൂ എന്നുള്ള പോയിന്റിലേക്ക് അവർ ചിന്തിക്കാൻ തുടങ്ങും. അപ്പോൾ അവിടെ നിന്ന് എന്താവും, അത് ഡെറ്റിൻ്റെ കോസ്റ്റ് ഡെറ്റ് കൂടുതൽ എടുക്കും തോറും ഇക്വിറ്റിയുടെ കോസ്റ്റ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ അതെന്ത് അപ്രോച്ചാണ്, ട്രഡീഷണൽ അപ്രോച്ചാണ്. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെടുത്താലും മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല കോസ്റ്റിൽ. നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിലാണ് കാര്യമുള്ളൂ, മറ്റേത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓഫ്സെറ്റ് ആവുമെന്നാണ് പറയാം. മോഡി ഗ്ലേനി മില്ലർ അപ്രോച്ചിൽ നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ചിൽ നിന്ന് ചെറിയൊരു വേരിയേഷനാണ് വരുന്നത്. അതിൽ ടാക്സേഷൻ ഉള്ള കേസാണെങ്കിൽ ഡെറ്റ് കൂടുന്നത് തന്നെയാണ് ബെനിഫിറ്റ് എന്നും പറയുന്നുണ്ട്. ഇനി ഒരു അസേർഷനും ഒരു റീസണാണ് കൊടുത്തിട്ടുള്ളത്. അസേർഷൻ എന്താണെന്ന് പറയണേ, റിസ്ക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിസ്ക് എന്ന് പറയുന്നതാണ് എന്ത്, ഈ ഡെറ്റ് കൂടുന്തോറും നമ്മുടെ ഡെറ്റ് കമ്പോണൻറ്റ് കൂടുന്തോറും നമ്മുടെ ഫേമിൽ ബിസിനസ്സിൽ റിസ്ക് കൂടുകയാണ് ചെയ്യണമല്ലോ. അപ്പോൾ ചിലവരുണ്ട് അവർക്ക് ഇങ്ങനെ ബിസിനസ്സിൽ ലാഭമൊന്നും വല്ലാണ്ട് കൂടണമെന്നുണ്ടാവില്ല, പക്ഷെ തലവേദനയ്ക്ക് വയ്യ അല്ലെങ്കിൽ ഇപ്പോൾ റിസ്ക് എടുക്കാൻ വയ്യ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. അവരെന്താ വിചാരിക്കുക, ഒറ്റ രൂപയോ റിസ്ക് കടം മേടിക്കേണ്ട, എല്ലാം എന്ത് ചെയ്താൽ മതി, നമുക്ക് ഇക്വിറ്റിയിൽ കൊണ്ടുവന്നാൽ മതി എന്നല്ല വിചാരിക്കുക. ആ കൺസെപ്റ്റാണ് എന്ത്, റിസ്ക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. റിസ്ക് കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇക്വിറ്റി 100% ആണ് അവരെന്ത് ചെയ്യുക, പ്രിഫർ ചെയ്യുക റിസ്ക് പ്രിൻസിപ്പിൾ അനുസരിച്ച്. ഇനി കോസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ ഉള്ളത്, റിസ്ക് പ്രിൻസിപ്പിളിന് നേരെ ഓപ്പോസിറ്റ്. അവരെന്ത് ചെയ്യുക, 100% ഡെറ്റ് വേണമെന്നാണ് വിചാരിക്കുക, പരമാവധി കോസ്റ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുക. അസർഷൻ എന്ന് പറയുന്നത്, റിസ്ക് പ്രിൻസിപ്പിൾ ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ ഈസ് വൺ ദാറ്റ് മിനിമൈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ. മിനിമൈസ് ആണ് പറയണേ. റീസൺ, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ റിലയൻസ് ഈസ് പ്ലേസ്ഡ് മോർ ഓൺ ഇക്വിറ്റി ഫോർ ഫിനാൻഷ്യൽ പർപ്പസ്. ആ റീസൺ കറക്റ്റാണ്, പക്ഷേ ക്യാപിറ്റൽ സ്ട്രക്ചറിൽ മിനിമൈസ് കോസ്റ്റ് ആണോ അവരുടെ ഉദ്ദേശം? അല്ല, അത് കോസ്റ്റ് പ്രിൻസിപ്പിളിൻ്റെ ഉദ്ദേശമാണ്. ഇവർക്ക് അങ്ങനെ ഒരു ഉദ്ദേശമൊന്നുമില്ല. അപ്പോൾ എ എന്താ ഫോൾസ്, ആർ എന്താ ട്രൂ. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. ദ കോസ്റ്റ് ഓഫ് മോണിറ്ററിംഗ് മാനേജ്മെൻറ്റ് ഈസ് കൺസിഡേർഡ് ടു ബി എൻ. മോണിറ്ററിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ, ഷെയർ ഹോൾഡേഴ്സിൻ്റെയും ബിസിനസ്സിൻ്റെ ഇടയിലുള്ള ഒരു ഏജൻറ്റാണ്. അപ്പോൾ അതെന്താണ്, ഏജൻസി കോസ്റ്റാണ്. ഇനി ക്രിട്ടിക്കൽ അസംഷൻ ഓഫ് നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകം അപ്രോച്ച് ടു വാല്യുവേഷൻ ഈസ് debt and equity levels remain unchanged, the dividends increase at a constant rate, KO remains constant regardless of changes in leverage, the interest expenses and taxes are included in calculation. Hello, the debt and equity levels remain unchanged എന്നാണ് പറയുന്നത്. കാരണം എന്താ, നെറ്റ് ഓപ്പറേറ്റിംഗ് ഇൻകത്തിൽ നമ്മൾ എങ്ങനെയൊക്കെ ഡെറ്റും ഇക്വിറ്റിയുടെയും കോമ്പോസിഷൻ മാറ്റിയിട്ട് നമുക്ക് എന്ത് സംഭവിക്കുന്നില്ല, അതിൽ ചേഞ്ച് വരുന്നില്ല. അപ്പോൾ ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താണെന്നാണ് പറയണത്, കോൺസ്റ്റൻ്റ് ആയിരിക്കും. എന്ത് ചെയ്താൽ ഡെറ്റിൻ്റെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്താലും മാറ്റം വരുന്നില്ല. ഡെറ്റ് ആൻഡ് ഇക്വിറ്റി ലെവൽസ് റിമെയിൻ അൺചേഞ്ച് എന്ന് പറഞ്ഞാൽ രണ്ടും ഡെറ്റും ഇക്വിറ്റിയും മാറിയില്ല എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് തുടക്കം തുടങ്ങിയ അവസാനം വരെ ഒരേ ലെവലായിരിക്കും എന്നാണ് അർത്ഥം. അതാണ് ഒരു പറയണത്. അല്ല, എന്താ പറയണത്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ, ഓവറോൾ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഇതിൻ്റെ കോമ്പോസിഷൻ എങ്ങനെ മാറിയാലും മാറില്ല എന്നാണ് പറയണത്. ഇനി 15th question, R Limited is an all equity financed company. It is considered replacing 275 lakhs equity shares with 15% debentures. അപ്പോൾ എന്താ സംഭവിക്കുക, ഇപ്പോഴുള്ള എമൗണ്ടിൽ നിന്ന് നമ്മളുടെ EPS കൂടുകയാണ് ചെയ്യുക. കറണ്ട് മാർക്കറ്റ് വാല്യൂ ഓഫ് ദ കമ്പനി ഈസ് 1750 lakh with cost of capital at 20%. Future EBIT are going to be constant and their earnings are going to be distributed. Corporate rate tax can be assumed to be 30%. What will be the new market value of the firm? ഓൾറെഡി 1750 ഉണ്ട്. നമ്മൾ 1750 കൂടെ എന്ത് കൂട്ടണം, 275 കൂട്ടണം. 275 ഫുൾ കൂട്ടാൻ പറ്റില്ല. അതിൻ്റെ ടാക്സ് ബെനിഫിറ്റ് കളഞ്ഞിട്ടുള്ള പോർഷനാണ് കൂട്ടാൻ പറ്റുള്ളൂ. അപ്പോൾ എത്ര വരും, 275 ഇൻറ്റു 0.7 വരും. 1 മൈനസ് 0.3 എന്ന് പറയുമ്പോൾ 192.5 വരും. അത് എന്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം, 1750 കൂടെ ആഡ് ചെയ്യണം. 1900 ഞാൻ എത്ര 30% ചാനൽ അടിച്ചല്ല, 1750 ഇൻറ്റു 0.8 275 ഇൻറ്റു 0.8
എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു മിസ്റ്റേക്ക് പറ്റി. ഞാൻ 1 - t ആണ് പറഞ്ഞത്. 1 - t അല്ല വരേണ്ടത്. നമുക്ക് ടാക്സ് ബെനിഫിറ്റ് അല്ലേ കാണുള്ളൂ. ടാക്സ് ബെനിഫിറ്റ് എത്ര വരുന്നത്? 30% ആണ് ടാക്സ് ബെനിഫിറ്റ് വരുന്നത്. 275 ഇൻറ്റു 0.3 ആണ് നമുക്ക് കൂടാൻ പോകുള്ളൂ. 82.5 നമുക്ക് കൂടുക. അത് എന്തിൻ്റെ കൂടി കൂടുക? 1750 കൂടിയാണ് കൂടുക. 1832.5 വരെ. Financial structure refers to all financial resources, short-term fund, long-term fund, none of this, all financial resources. The firm's optimal capital structure is the debt-equity ratio that results in the minimum possible weighted average cost of capital. കറക്റ്റ് അല്ലേ? ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ ഏറ്റവും കുറവാകുന്നതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും നല്ലത്. നമ്മൾ റേഷ്യോ അനാലിസിസിൽ 2:1 എന്നൊക്കെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഐഡിയൽ സിനാരിയാണ്. നമ്മൾ ഈ ക്യാപിറ്റൽ സ്ട്രക്ചർ എന്നുള്ള പാഠത്തിൽ പഠിക്കുന്ന ഏറ്റവും ഒപ്റ്റിമലായിട്ടുള്ളതെന്ന് പറയുന്നത് ഏറ്റവും കുറവ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ വരുന്നതാണ്. ഈ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ 4 കോസ്റ്റ് ഓഫ് ഇക്വിറ്റീസ് മിനിമം KO ഈസ് മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ പോലെ തന്നെയോ അങ്ങനെയാണെങ്കിൽ അത് വന്നേനെ. ഇപ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി മാത്രം മിനിമം ആയതുകൊണ്ട് അത് വരില്ല. ഇനി മിനിമൈസ് കോസ്റ്റ് ഓഫ് ഇക്വിറ്റീസ് ഇത് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ചോദ്യമാണ്. എന്താ? എ ഫോൾസ് ആയിരുന്നു, 6 ട്രൂ ആയിരുന്നു. പ്രിൻസിപ്പിൾ ക്യാപിറ്റൽ ഫണ്ട് മിനിമൈസ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ സ്ട്രക്ചർ മിനിമൈസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ടോ? ഇല്ല. എന്താ തെറ്റാണ്? 6 എന്താ കറക്റ്റാണ്. റിലയൻസ് പ്ലേസ് മോർ ഓൺ ഇക്വിറ്റി ആൻഡ് ഫിനാൻഷ്യൽ പർപ്പസ്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് മോഡി പ്രൊപ്പോസിഷൻ അസ്യൂമിംഗ് പെർഫെക്റ്റ് ക്യാപിറ്റൽ മാർക്കറ്റ്സ് ആൻഡ് ഹോമോജീനിയസ് എക്സ്പെക്ടേഷൻ ഈസ് മോസ്റ്റ് ആക്യുറേറ്റ്? ഫേം വാല്യൂ ഈസ് മാക്സിമൈസ്ഡ് വിത്ത് ക്യാപിറ്റൽ സ്ട്രക്ചർ കൺസിസ്റ്റിംഗ് ഓഫ് 100% ഇക്വിറ്റി. പറയുന്നുണ്ടോ? അങ്ങനെ ഇല്ല. ദ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസസ് ആസ് ദ ഫേം ഇൻക്രീസസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ലിവറേജ്. അതൊരു കറക്റ്റ് പോയിൻ്റാണ്. എന്താ റീസണിങ് ഞാൻ പറയാം. യൂസ് ഓഫ് ഡെറ്റ് ഫിനാൻസിങ് ഇൻക്രീസസ് ദ ഫേംസ് വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. ഡെറ്റ് ഫിനാൻസിങ് കൂട്ടി വെയ്റ്റഡ് ആവറേജ് കോസ്റ്റിൽ മാറ്റം ഉണ്ടാവും. ഒരു മാറ്റം ഉണ്ടാവാൻ പോണില്ല. മറ്റേ ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. വിത്ത് ടാക്സ് ആണോ വിത്തൗട്ട് ടാക്സ് ആണോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ബി 2 കേസിലും കറക്റ്റ് ആയിരിക്കും. കാരണം എന്താ? കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഇൻക്രീസസ് ആസ് ദ ഫേം ഇൻക്രീസസ് ഇറ്റ്സ് ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഇക്വിറ്റി ഫിനാൻഷ്യൽ ലിവറേജ് കൂട്ടിക്കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഡെറ്റ് കുറയും. ഡെറ്റ് കുറയുന്നതനുസരിച്ച് കോസ്റ്റ് ഓഫ് ഇക്വിറ്റി എന്താ? അവരുടെ റിസ്ക് കൂടുമ്പോൾ കോസ്റ്റ് ഓഫ് ഇക്വിറ്റി കൂടും. അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ. 20th വൺ. If our corporate tax rate increases from 25 to 30%, our weighted average cost of capital likely to decline. കറക്റ്റ് അല്ലേ? കാരണം എന്താ? നമ്മുടെ ടാക്സ് ബെനിഫിറ്റ് 25 30 ആകുമ്പോൾ 25 25% ടാക്സ് ബെനിഫിറ്റ് വരിക. അത് 30% കൂടുമ്പോൾ ടാക്സ് ബെനിഫിറ്റ് 30 കൂടുന്നതിൻ്റെ ഇത് കാരണം വെയ്റ്റഡ് ആവറേജ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കുറയും. കറക്റ്റാണ്. ആദ്യത്തെ കറക്റ്റാണ്. രണ്ടാമത്തെ എന്താ? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ദ സ്റ്റോക്ക് ആൻഡ് ബോണ്ട് മാർക്കറ്റ്സ് ഈസ് ഇറലവൻറ്റ് ടു അവർ ഡിസിഷൻസ് ഫോർ how to raise capital. We should always seek to raise capital in exact proportions called for by our optimal capital structure. Optimal capital structure ആവശ്യമുള്ളത് ബോണ്ട് മാർക്കറ്റിൽ നിന്ന് ഡയറക്റ്റ് മേടിക്കണോ ചെയ്യുക? അല്ല. നമ്മുടെ ബോണ്ട് മാർക്കറ്റിൽ നമ്മൾ പ്രൈമറിലി നോക്കുന്ന കാര്യം ബോണ്ടിൻ്റെ കോസ്റ്റാണ്. ഈ ഡെറ്റൊക്കെ എത്രത്തോളം കോസ്റ്റിലാണ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പോൾ അത് ഇറലവൻ്റ് ആണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അത് ഇൻകറക്റ്റാണ്. ഇൻകറക്റ്റ് എന്നാണ് ഓപ്ഷൻ വരിക. ഓപ്ഷൻ ഡി. ഏതൊരു ക്വസ്റ്റ്യൻ തെറ്റിയിട്ടുണ്ട് എന്ന് നമുക്ക് നോക്കാം. ബട്ട് ആർ ഈസ് ഫോൾസ്. ഇതെന്തത്? ഈ ഇത് ഞാൻ എ ഈസ് ട്രൂ എന്നാണ് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പറഞ്ഞപ്പോൾ കറക്റ്റായിരുന്നു. എന്താണ് തെറ്റാണ്? ഇക്വിറ്റിക്ക് ആണ് നമ്മൾ റിസ്ക് പ്രിൻസിപ്പിൾ അനുസരിച്ച് മിനിമൈസ് കോസ്റ്റ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യം നമുക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എ ഈസ് ഫോൾസ് ആണ് പറഞ്ഞപ്പോൾ കറക്റ്റായിരുന്നു. മാർക്ക് ചെയ്ത് തെറ്റായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇനി നാളെ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്.